ഒന്നാം വിള കഴിഞ്ഞ് രണ്ടാം വിളയ്ക്കായി കർഷകർ ഒരുങ്ങുന്നതിനിടെ വീണ്ടും പാടങ്ങളിൽ അവരെത്തി. കളം നിറഞ്ഞ നെൽപ്പാടങ്ങളെ ഉഴുതുമറിച്ച് അടുത്ത കൃഷിക്കായി സജ്ജമാക്കുകയാണ് താറാക്കൂട്ടങ്ങൾ. പാടമാകെ താറാക്കൂട്ടങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത് തന്നെ സുന്ദരമാണ്. നെൽപ്പണിക്ക് ആളെ കിട്ടാത്ത കാലത്ത് ചെറിയ തോതിൽ തൊഴിലാളികളുടെ റോൾ കൂടി വഹിക്കുന്നുണ്ട് ഇക്കൂട്ടർ. അധികം വണ്ടികളില്ലാത്ത റോഡിൽ പെട്ടെന്ന് ബ്ലോക്ക് ഉണ്ടായതും ബ്ലോക്ക് അങ്ങനെ നീണ്ടുപോയതുമാണ് ഇറങ്ങി നോക്കാൻ തീരുമാനിച്ചത്. നേരം സന്ധ്യ മയങ്ങി. ഇന്നത്തെ പണി മതിയാക്കി തിരികെ കൂടുപിടിക്കാനുള്ള യാത്രയിലാണ് ഒരു കൂട്ടർ. വണ്ടികളെയോ കാത്തിരിക്കുന്നവരുടെ തിരക്കിനെയോ കൂസാതെ അവരങ്ങനെ പതിവ് തെറ്റിക്കാതെ പതിയെ നീങ്ങുകയാണ്. ഒക്ടോബർ പകുതി തുടങ്ങി നവംബർ അവസാനം വരെ ഇത് പാലക്കാട് നെൽപ്പാടങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. ഒന്നാം വിള കഴിഞ്ഞ വയലുകളെ രണ്ടാം വിളയ്ക്ക് മുൻപ് ഉഴുന്നുമറിക്കുകയാണ്. ഒപ്പം കളകളെല്ലാം പൊത്തി തിന്നും. ഈ സേവനമാകട്ടെ പൂർണ്ണമായും സൗജന്യവും. താറാവ് ഇറക്കിയാലുള്ള ഗുണമുണ്ട് ദോഷമുണ്ട് കർഷകർക്ക്. ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇതിൽ പാഴ്ചെടികളും വിത്തുകളൊക്കെ ഉണ്ടല്ലോ, വീഴുന്ന വിത്തുകളെല്ലാം തന്നെ ഈ താറാവ് ഭക്ഷിക്കുമ്പോൾ കള കമ്മിയാവും. ദോഷവശം എന്ന് പറയുന്നത് വിരകളും ഞാഞ്ഞൂള് മറ്റേ ഞണ്ടുകളെല്ലാം ഭക്ഷിക്കുന്നതുകൊണ്ട് കണ്ടത്തിലെ ഫലപുഷ്ടി ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും എത്തുന്നവരാണ് കൂടുതലും. അമ്മയും അച്ഛനും മക്കളും താറാവുകളുമായി ഈ കാലയളവിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു വയലിൽ കുടിൽ കെട്ടി താമസം തുടങ്ങും. പാടം താറാവുകൾക്ക് വിട്ടുകൊടുക്കുന്നതും സൗജന്യമായാണ്. താറാവുകൾ മുട്ടയിടാൻ തുടങ്ങിയാൽ കുറച്ചു മുട്ട നൽകും, അത്രമാത്രം. ഇരു കൂട്ടർക്കും നഷ്ടമില്ലാത്തൊരു സേവനം. കണ്ടു നിൽക്കുന്നവർക്കാകട്ടെ ഒരേ താളത്തിലുള്ള ശബ്ദവും ഒരേ അകലത്തിലെ ചുവടുകളും കണ്ണിന് ഇമ്പം പകരും. ക്യാമറമാൻ വിനുസിക്കൊപ്പം അക്ഷയ ദാമോദരൻ, റിപ്പോർട്ടർ, പാലക്കാട്.